ചില ആളുകൾ ഒരുപാട് തവണ സോറി പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ നമ്മളോട് ക്ഷമ പറഞ്ഞ് ബോറടിപ്പിക്കുന്നവരായിരിക്കും ചിലർ. ചിലപ്പോഴൊക്കെ തൻ്റേതല്ലാത്ത തെറ്റുകൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്പേസ് എടുക്കുന്നതിന്, എന്തിന് ഒന്ന് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വരെ ഇക്കൂട്ടർ സോറി പറയും. ഇതിൻ്റെ റീസൺ എന്താകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ആങ്സൈറ്റി, പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി, ആത്മാഭിമാനക്കുറവ് എന്നിവയാണ്. അല്ലെങ്കിൽ അത് ട്രോമ റെസ്പോൺസ്, ഡിഫൻസ് മെക്കാനിസം, ഹൈപ്പർ വിജിലൻസ് തുടങ്ങിയവ കൊണ്ടും ആകാമെന്നും പറയുന്നു. പൊതുവെ ഇങ്ങനെ സോറി പറയുന്നവരെ നമ്മളിൽ പലരും ദുർബലരായാണ് കാണുന്നത്. എന്നാൽ അവർ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് സ്വയം കുറ്റപ്പെടുത്താനാണ്. സാഹചര്യങ്ങളുടെ ശാന്തത ഉറപ്പുവരുത്താനും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാതിരിക്കാനും ആളുകളാൽ നിരസിക്കപ്പെടാതെ ഇരിക്കാനും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ഇക്കൂട്ടർ എപ്പോഴും ഉള്ളിൽ കുറ്റബോധം പേറി നടക്കുന്നവരായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവർ കാരണം സ്വയം വേദനിച്ചാലും അവർ ക്ഷമ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ചുറ്റുമുള്ളവർ ജീവിതത്തിൽ മുമ്പ് എപ്പോഴൊക്കെയോ ഇക്കൂട്ടർ ആവശ്യങ്ങൾ കൂടുതലായി ചോദിക്കുന്നവരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ സ്വഭാവ രീതിയെ സൈക്കോളജിസ്റ്റ് വിളിക്കുന്നത് ഫോണിംഗ് ബിഹേവിയർ എന്നാണ്. ഇവർ ഏത് സാഹചര്യത്തിലും സമ്മതം മൂളുന്നവരായിരിക്കും. കാര്യം അവരുടെ ചിന്താരീതി അനുസരിച്ച് എപ്പോഴും സേഫായും ലവ്ഡായും ഇരിക്കണമെങ്കിൽ എല്ലാത്തിനും സമ്മതം മൂളുന്നവർ ആയിരിക്കണമെന്നാണ്. അവർ സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നായിരിക്കും പറയുക. പക്ഷേ മനസ്സുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടാകണമെന്നും അവരെ ആ തെറ്റിന് കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ ആയിരിക്കും. ഇക്കൂട്ടരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെയ്യാത്ത തെറ്റിന് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് അനിവാര്യമാണെന്നും. ഇവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ഇക്കൂട്ടരെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക, മനസ്സിലാക്കുക എന്നതാണ്.